അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹാബതിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ്ഹിലെ ഈ ക്ലാസ്സുകൾ ശ്രവിക്കുന്ന പഠിതാക്കളെ, ശ്രോതാക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രന്ഥകാരൻ നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ മൂന്നാമത്തേത് പറഞ്ഞത് വിശദീകരിച്ചുകൊണ്ട് ദുഹറിൻ്റെ സമയം മനസ്സിലാക്കുകയുണ്ടായി. അസാലിസു അൽ വഖ്തു ഫി ദുഹ്രി ബിസ്സവാൽ, അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി തുടർന്ന് ഗ്രന്ഥകാരൻ പറയുന്നത് അസർ നമസ്കാരത്തിൻ്റെ സമയമാണ്. അതിൽ ഗ്രന്ഥകാരൻ്റെ പ്രയോഗം വയലീഹി വഖ്തുൽ അസ്രി മിൻ മസീരി ദില്ലി ഷൈഇ മിസ്ലഹു ഇലാ മസീരി ദില്ലി കുല്ലി ഷൈഇൻ മിസ്ലൈഹി മുഖ്താറൻ സുമ്മ ദറൂറത്തൻ. വയലീഹി, ഇതിനെ തുടർന്ന് വരും എന്ന് പറഞ്ഞാൽ ബുഹറിൻ്റെ സമയത്ത് തുടർന്ന് വരും. വഖ്തുൽ അസ്രി, അസറിൻ്റെ സമയം. മിൻ മസീരി ദില്ലി ഷൈഇ, ഒരു വസ്തുവിൻ്റെ ദില്ല് ആയത് മുതൽ, മിസ്ലഹു, അതിനോളം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളം ആയത് മുതൽ ദുഹറിനെ തുടർന്ന് അസറിൻ്റെ സമയം വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ദുഹറിൻ്റെ അവസാന സമയം ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളം ആകുന്നത് വരെയാണ് എന്ന്. അസറിൻ്റെ സമയം അവിടെ തുടങ്ങിയാൽ ഇലാ മസീരി ദില്ലി കുല്ലി ഷൈഇൻ, ഏതൊരു വസ്തുവിൻ്റെയും നിഴൽ ആകുന്നത് വരെ, മിസ്ലൈഹി, അതിൻ്റെ രണ്ടിരട്ടി. ഇലാ മസീരി ദില്ലി കുല്ലി ഷൈഇൻ മിസ്ലൈഹി എന്നത് ചില മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ പറയുന്നത് അത് ഗ്രന്ഥകാരൻ്റെ വരികളല്ല. പ്രത്യുത ഫുറൂഉൽ ഫിഖ്ഹിനെ തഹ്ഖീഖ് നടത്തിയ പണ്ഡിതന്മാർ മുഖ്താറൻ സുമ്മ ദറൂറത്തൻ എന്ന് ഗ്രന്ഥകാരൻ പ്രയോഗിച്ചതിനാൽ ആ വാചകത്തിൻ്റെ ഒരു ക്രമത്തിനും ആശയം തെര്യപ്പെടുന്നതിനുമുള്ള കൂട്ടിച്ചേർക്കലാണ്. എന്തായാലും ഗ്രന്ഥകാരൻ പറഞ്ഞു മുഖ്താറൻ സുമ്മ ദറൂറത്തൻ. അസർ നമസ്കാരത്തിന് രണ്ട് സമയങ്ങളുണ്ട്. അതിലേക്കാണ് ഇതിൻ്റെ സൂചന. മുഖ്താറൻ എന്ന് പറഞ്ഞാൽ അസർ നമസ്കരിക്കുവാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ടൈം. സുമ്മ ദറൂറത്തൻ എന്ന് പറഞ്ഞാൽ ഈ ശ്രേഷ്ഠമായ സമയത്ത് നമസ്കരിക്കാൻ അവസരമുണ്ടായിട്ടില്ലാത്തവർക്ക് നിസ്കരിക്കുവാനുള്ള നിർബന്ധ സമയം. ഈ സമയത്തെയും തൊട്ട് അസറിനെ ഒരിക്കലും പിന്തിപ്പിക്കാവതല്ല. ഏറ്റവും ഉത്തമം അസറിൻ്റെ ആദ്യ സമയത്ത് സൂര്യൻ അസ്തമിക്കാൻ മഞ്ഞ പ്രാപിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ അസ്തമിക്കാൻ അടുത്താൽ ആ ടൈമാണ് ഈ ദറൂറത്തിൻ്റെ ടൈം. അത് ഈ ഉത്തമ ടൈമിൽ നമസ്കരിക്കാൻ അവസരമുണ്ടായിട്ടില്ലാത്തവർക്ക് നമസ്കരിക്കുവാനുള്ള അനിവാര്യ ടൈമാണ്. ഈ ടൈമിനെ തൊട്ടും അസറിനെ ഒരിക്കലും പിന്തിപ്പിക്കാവതല്ല. ഏതായാലും ഗ്രന്ഥകാരൻ ഇവിടെ അസർ നമസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ വിഷയത്തിൽ ഏതാനും കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് തുടർന്ന് മനസ്സിലാക്കാം. നമസ്കാരത്തിൻ്റെ സമയങ്ങളെക്കുറിച്ച് പറയുന്ന ഹദീസുകൾ ജാബിറിൽ നിന്നും അബൂ ഹുറൈറയിൽ നിന്നും മറ്റുമൊക്കെ നമ്മൾ ഇവിടെ കേൾക്കുകയുണ്ടായി. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്നതിനെക്കുറിച്ച് പറയുന്നത് സുമ്മ ജാഅഹുൽ അസ്ര, പിന്നീട് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അസറിൻ്റെ സമയത്ത് വന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു ഖും ഫസല്ലിഹി, എഴുന്നേറ്റ് അസർ നമസ്കരിക്കൂ. അങ്ങനെ ഫസല്ലൽ അസ്ര, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അസർ നമസ്കരിച്ചു. ഹീന സാറ ദില്ലു കുല്ലി ഷൈഇൻ മിസ്ലൈഹി, എപ്പോഴാണ് നമസ്കരിച്ചത്? ഹീന സാറ ദില്ലു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും നിഴൽ ആകുന്നത് വരെ, മിസ്ലൈഹി, അതിൻ്റെ രണ്ടിരട്ടി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്നത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ വമൻ അദ്റക റക്അതൻ ഖബ്ല അൻ തഗ്രിബ അശംസ് ഫഖദ് അദ്റകൽ അസ്ർ. മൻ അദ്റക റക്അതൻ, ഒരാൾക്ക് റക്അത്ത് ലഭിച്ചു, ഖബ്ല അൻ തഗ്രിബ അശംസ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, ഫഖദ് അദ്റകൽ അസ്ർ, അവന് അസ്ർ ലഭ്യമായി എന്നുള്ളതാണ്. ചില റിപ്പോർട്ടുകളിൽ ഇദാ അദ്റക അഹദുക്കും സജ്ദതൻ മിൻ സലാത്തിൽ അസ്ർ, അസ്ർ നമസ്കാരത്തിൽ നിന്ന് ഒരു സജ്ദത്ത് നിങ്ങൾ ഒരാൾക്ക് ലഭ്യമായാൽ, ഖബ്ല അൻ തഗ്രിബ അശംസ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, ഫല്യുതിമ്മ സലാത്തഹു, അവനവൻ്റെ നമസ്കാരം പൂർത്തീകരിച്ചു കൊള്ളട്ടെ. ഇവിടെ ഇദാ അദ്റക അഹദുക്കും സജ്ദതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സുജൂദ് ലഭിച്ചാൽ ഉദ്ദേശം റക്അത്ത് ലഭിക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പിന്നെ സുബ്ഹി നമസ്കാരത്തിൻ്റെ സമയം പറയുമ്പോൾ നമുക്ക് ഈ
റുക്കഅത്ത് പ്രയോഗം, അതേപോലെ സജ്ജദത്ത് പ്രയോഗം, അതിൻ്റെ ആ ഒരു താല്പര്യം ഇൻഷാ അല്ലാഹ് പിന്നീട് മനസ്സിലാക്കാം. അസ്ർ നമസ്കാരം അതിൻ്റെ ആദ്യ ടൈമിൽ നമസ്കരിക്കുക എന്നുള്ളതും അതേപോലെ അസ്ർ നമസ്കാരത്തിൻ്റെ പ്രാധാന്യവുമൊക്കെ അറിയിക്കുന്ന ഹദീസുകളുണ്ട്. ആദ്യ സമയത്ത് നമസ്കരിക്കൽ ആ വിഷയത്തിൽ അബുൽ മലീഹ് ആമിർ ഇബ്നു ഉസാമ അൽ ഹുദലി പറയുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരിയൊക്കെ നിവേദനം ചെയ്ത് കാണാം. കുന്ന മഅ ബുറൈദത ഫി ഗസ്വത്തിൻ ഫി യൗമി ദി ഗൈമിൻ, മാനം മേഘാവൃതമായ ഒരു ദിനം ഞങ്ങൾ ബുറൈദ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം, ബുറൈദ ഇബ്നുൽ ഹുസൈബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ആയിരുന്നു. ആരെ പറയുന്നത്? അബുൽ മലീഹ് ഉസാമ ആമിർ ഇബ്നു ഉസാമ അൽ ഹുദലിയാണ് പറയുന്നത്. ഫഖാൽ, അപ്പോൾ ബുറൈദ പറഞ്ഞു, ബക്കിറു ബി സലാത്തിൽ അസർ, ബക്കിറു ബി സലാത്തിൽ അസർ എന്ന അസ്ർ നമസ്കാരം നിങ്ങൾ നേരത്തെ, സമയമായ ഉടനെ നേരത്തെ നമസ്കരിക്കുക. ഫൈന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ തറക സലാത്തൽ അസ്ർ ഫഖദ് ഹബിത അമലുഹു, മൻ തറക സലാത്തൽ അസ്ർ, വല്ലവനും അസ്ർ നമസ്കാരം ഉപേക്ഷിച്ചാൽ ഫഖദ് ഹബിത അമലുഹു, അവൻ്റെ അമലുകൾ നിഷ്ഫലമായി. അപ്പോൾ ഇതുപോലുള്ള ഹദീസുകളാണ് അസ്ർ നമസ്കാരം അതിൻ്റെ നേരത്തെ ആക്കണം, ടൈമായ ഉടനെ ആക്കണം എന്നറിയിക്കുന്നതായ ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലദീ തഫൂതുഹു സലാത്തുൽ അസ്ർ, അസ്ർ നമസ്കാരം നഷ്ടപ്പെടുന്നവൻ കഅന്നമ ഊതിറ അഹ്ലഹു വമാലഹു എന്നാണ്. എന്താ കഅന്നമ ഊതിറ അഹ്ലഹു വമാലഹു? സ്വന്തം കുടുംബവും സ്വത്തും അതിൽ ദുരിതമേറ്റവനെ പോലെ, അത് നഷ്ടപ്പെട്ടവനെ പോലെ, സ്വത്തും കുടുംബവും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട വ്യക്തിയെപ്പോലെയാണ് അസ്ർ നമസ്കാരം നഷ്ടപ്പെടുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അസ്ർ നമസ്കാരം നിർവഹിച്ച് അതിൽ നിന്ന് ഒരാൾ ബാധ്യതാമുക്തനാവണം എന്നുള്ളതാണ്. പണ്ഡിതന്മാർ ഇപ്പോൾ ഈ അസ്ർ നമസ്കാരത്തിന് 2 ടൈം പറഞ്ഞില്ലേ, ഒന്ന് മുഖ്താറത്തായ ടൈമും മറ്റൊന്ന് ദറൂറത്തായ ടൈമും. മുഖ്താറത്തായ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്റിൻ്റെ സമയം ആയി, ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമായത് മുതൽ അസ്ർ തുടങ്ങും എന്ന് ഗ്രന്ഥകാരൻ പറഞ്ഞല്ലോ. എന്നിട്ട് ഏതുവരേക്കാണ് ആ വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ ഇരട്ടിയാകുന്നത് വരെ. ആ സമയമാകുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കാറാവും. അപ്പോൾ അതിനു മുമ്പായിട്ട് അസ്ർ നമസ്കരിക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും മുഖ്താറായ ടൈം, ശ്രേഷ്ഠമായ ടൈം. നമ്മൾ പറഞ്ഞു, അതിന് ആവാത്തവർക്ക് അസ്തമിക്കുന്നതിന് മുമ്പുള്ള ടൈം ദറൂറത്തിൻ്റെ ടൈമാണ്. ഒരിക്കലും അസറിനെ അതിനെ തൊട്ട് പിന്തിപ്പിക്കാവതല്ല എന്നുള്ളതാണ്. അസർ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഹാഫിളു അല സ്വലാവാത്ത് വസ്സലാത്തുൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ, നമസ്കാരങ്ങൾ യഥാവിധം കൃത്യമായി കണിശമായി നിസ്കരിക്കാൻ പറഞ്ഞു. വിശിഷ്യ വസ്സലാത്തുൽ വുസ്ത, അസ്സലാത്തുൽ വുസ്തയും. അസ്സലാത്തുൽ വുസ്ത കൊണ്ടുള്ള ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് നമസ്കാരങ്ങളിൽ നിന്ന് അസർ നമസ്കാരത്തെ പ്രത്യേകം ഇവിടെ പരാമർശിക്കുകയാണ്. അതിന് അൽ വുസ്ത എന്ന് പറയാൻ കാരണം സുബഹി നമസ്കാരത്തിൻ്റെയും ദുഹർ നമസ്കാരത്തിൻ്റെയും അതേപോലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഇശാ നമസ്കാരത്തിൻ്റെയും ഇടയിൽ മധ്യത്തിലാണ് അസർ നമസ്കാരം. അപ്പോൾ ആ നിലക്കാണ് അസ്സലാത്തുൽ വുസ്ത എന്നതിന് പേര് വന്നത്. വിശുദ്ധ വചനത്തിൽ നമ്മൾ കേട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തഖ് യുദ്ധ ദിനം ഇപ്രകാരം പ്രാർത്ഥിച്ചത് അലി റളിയല്ലാഹു അൻഹു നിവേദനമുണ്ട്. മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറ കമാ ശഗലൂന അനിസ് സ്വലാത്തിൽ വുസ്ത ഹത്ത ഗാബത്തിശ് ശംസ്. മുസ്ലിം തങ്ങൾ ഖന്തഖ് യുദ്ധ ദിനം നമുക്കറിയാം വലിയ പ്രതിസന്ധിയിലായി. 10,000 വരുന്ന അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ വിശുദ്ധ മദീനയെ ആക്രമിക്കാൻ ഒന്നിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെ ചെറുക്കേണ്ട മാർഗ്ഗേണ വലിയ പ്രയാസമുണ്ടായി. മാത്രമല്ല ബനു ഖുറൈള ജൂത ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിന്ന്, മുന്നിൽ അബൂ സുഫിയാനും കൂട്ടരും സൈന്യം, പിന്നിൽ ജൂതഗോത്രം അവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കരാർ പിൻവലിച്ചു, പാരവെച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. ആ പ്രതിസന്ധി കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരം പോലും നമസ്കാരത്തൊട്ട് അശ്രദ്ധമാകും വിധം ആ പ്രതിസന്ധി മൂത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൽ അഹ്സാബിൽ ഈ വിഷയത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആയത്തുകൾ. സൂറത്ത് അഹ്സാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പരീക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ് സാഖത്തിൽ അബ്സ്വാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതظنون بالله الظنون هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا وإذ يقول المنافقون والذين في قلوبهم مرض ما وعدنا الله ورسوله إلا غرورا
വൈദ് ഖാലത്ത് ത്വായിഫത്തും മിൻഹും യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും ഫർജിഉ എന്ന് തുടങ്ങി സൂറത്ത് ഹസാബിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനും ഖന്തഖ് യുദ്ധനാളിലേറ്റ ആ കൊടിയ പരീക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്ജാഊക്കും മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മേൽഭാഗത്തു നിന്ന് അവർ നിങ്ങളിലേക്ക് വന്ന സന്ദർഭം ഓർക്കണം. മിൻ അസ്ഫല മിൻകും, നിങ്ങളുടെ താഴ്ഭാഗത്തിലൂടെയും. വൈസാഖത്തിൽ അബ്സാറു, ദൃഷ്ടികൾ തെറ്റുകയും. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, ഹൃദയങ്ങൾ തൊണ്ടയിലേക്ക് എത്തുകയും. വതദുന്നൂന ബില്ലാഹി ദുനൂന, അള്ളാഹുവിനെക്കുറിച്ച് ചില വിചാരങ്ങൾ നിങ്ങൾ പുലർത്തുകയും. ഹുനാലിക ഉബ്തുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദ, അന്നേരം അവിടെ മുഅ്മിനീങ്ങൾ പരീക്ഷിക്കപ്പെട്ടു, അവർ കിടുകിട വിറകൊണ്ടു എന്നൊക്കെ പറയുന്ന ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം സാഹചര്യത്തിലാണ് ഈ നിസ്കാരത്തിനെ കുറിച്ച് വ്യാപൃതമായത്, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ. ഏതായാലും സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും അസ്സലാത്തുൽ വുസ്തയെ തൊട്ട് അവർ നമ്മളെ അശ്രദ്ധമാക്കി. ഈ ടീം, ഈ സഖ്യകക്ഷിയും അതേപോലെ ബനൂ ഖുറൈദ ഗോത്രവും ഒന്നിച്ചു വന്നപ്പോഴാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്ർ നമസ്കാരം പോലും സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും മറന്നുപോയി എന്നുള്ളത് വന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെതിരിൽ പ്രാർത്ഥിച്ചത്, മല അല്ലാഹു അലൈഹിം ബുയൂതഹും വഖുബൂറഹും നാറ, അവരുടെ വീടുകളിലും അവരുടെ ഖബറുകളിലും അല്ലാഹു തീ നിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോയി. ചില റിപ്പോർട്ടുകളിൽ ഷഗലൂന അനി സ്വലാത്തിൽ വുസ്ത സ്വലാത്തൽ അസർ മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറ എന്നാണ്. ഷഗലൂന അനി സ്വലാത്തിൽ വുസ്ത, അസ്സലാത്തുൽ വുസ്തയെ തൊട്ട് അവർ നമ്മളെ അശ്രദ്ധമാക്കി. സലാത്തുൽ അസർ, അത് സലാത്തുൽ അസറാണ് എന്ന് പറയുകയുണ്ടായി. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്നത്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹബസൽ മുശ്രികൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സ്വലാത്തിൽ അസർ, അസർ നമസ്കരിക്കുന്നതിനെ തൊട്ട് മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടഞ്ഞു. ഹത്ത ഹമറത്തി ശംസ വിസ്ഫറത്ത്, എത്രത്തോളം എന്ന് വെച്ചാൽ സൂര്യൻ ചുവപ്പ് പ്രാപിച്ചു അല്ലെങ്കിൽ മഞ്ഞ പ്രാപിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഷഗലൂന അനി സ്വലാത്തിൽ വുസ്ത സ്വലാത്തൽ അസർ മല അല്ലാഹു അജ്വാഫഹും വഖുബൂറഹും നാറ, അല്ലെങ്കിൽ ഹഷ അല്ലാഹു അജ്വാഫഹും വഖുബൂറഹും നാറ, അവരുടെ ഉള്ളങ്ങളിലും അവരുടെ ഖബറുകളിലും അല്ലാഹു തീ നിറക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചു എന്നാണ്. ഏതായാലും ഈ അസ്ർ നമസ്കാരം അസ്സലാത്തുൽ വുസ്ത എന്ന വിശേഷണത്തിന് വിധേയമാക്കപ്പെട്ട നമസ്കാരമാണ്, ഏറെ പ്രാധാന്യമുള്ള നമസ്കാരമാണ്. ഇമാം ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നഹ സുമ്മിയത്ത് വുസ്ത, സലാത്തുൽ അസറിനെ വുസ്ത എന്ന് പേര് വെക്കപ്പെട്ടത് ലിഅന്നഹ ബൈന സലാത്തൈനി ഫിൽ ലൈൽ വ സലാത്തൈനി ഫിൻ നഹാർ, പകലിലെ രണ്ട് നമസ്കാരങ്ങളുടെയും രാത്രിയിലെ രണ്ട് നമസ്കാരങ്ങളുടെയും ഇടയിലാകുന്നു അസർ എന്നതിനാലാണ്. രാത്രിയിലെ രണ്ട് നമസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ മഗ്രിബ് ഇശയും, പകലിലെ രണ്ട് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഫജ്റും ദുഹ്റും. അപ്പോൾ അവക്കിടയിൽ വന്നത് കാരണത്താലാണ് ഇതിന് പിന്നെ സലാത്തുൽ വുസ്ത എന്ന് പേര് വന്നത് എന്നുള്ളതാണ്. ഏതായാലും ഗ്രന്ഥകാരൻ അസർ നമസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞതിനെ അല്പമൊന്ന് തെളിവുകൾ ഉദ്ധരിച്ച് വിശദീകരിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് മഗ്രിബ് നമസ്കാരത്തെക്കുറിച്ച് ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് മനസ്സിലാക്കാം. അദ്ദേഹം പറയുന്നു, വയലീഹി വഖ്തുൽ മഗ്രിബ് മിൻ മഗീബി ശംസ് വയലീഹി, അതിനെ തുടർന്ന് വരും. ഏതിനെ തുടർന്ന് വരും? അസറിൻ്റെ സമയത്തെ തുടർന്ന് വരും. വഖ്തുൽ മഗ്രിബി, മഗ്രിബിൻ്റെ സമയം, അത് മിൻ മഗീബി ശംസ്, മഗീബു ശംസ് മുതലാകുന്നു. മഗീബു ശംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ അസ്തമയം, മഗീബ് എന്ന് പറഞ്ഞാൽ അസ്തമയം. അപ്പോൾ സൂര്യൻ്റെ അസ്തമയം മുതൽ മഗ്രിബിൻ്റെ സമയം അസറിൻ്റെ സമയത്തെ തുടർന്ന് വരും എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത്. ഇവിടെ ഗ്രന്ഥകാരൻ മഗ്രിബിൻ്റെ തുടക്ക സമയമാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം നൽകിയത് മഗ്രിബിൻ്റെ സമയം അത് ഇശായിൻ്റെ സമയം വരേക്കും നീണ്ടു നിൽക്കുന്നു എന്ന അഭിപ്രായത്താലാണ്. മഗ്രിബ് നമസ്കാരം അതിൻ്റെ ആദ്യ ടൈമിലാണ് നമസ്കരിക്കേണ്ടത്, നമസ്കാരം ഉത്തമം എന്നതിൽ പക്ഷാന്തരമല്ല. പക്ഷേ അത് ഏതുവരേക്കും നീണ്ടു നിൽക്കുന്നു എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ വിഷയം നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ, ഫൈദാ സല്ലൈതുമുൽ മഗ്രിബ്, നിങ്ങൾ മഗ്രിബ് നമസ്കരിച്ചാൽ, ഫഇന്നഹു വഖ്തുൻ ഇലാ അൻ യസ്ഖുത ശഫഖു, ഫഇന്നഹു വഖ്തുൻ, മഗ്രിബിൻ്റെ സമയം അത് ഇലാ അൻ യസ്ഖുത ശഫഖു, ഷഫഖ് അസ്തമിക്കുന്നത് വരേക്കുമാണ്. അപ്പം മഗ്രിബിൻ്റെ സമയം മഗീബു ശംസ് മുതൽ തുടങ്ങും. മഗീബു ശംസ് എന്ന് പറഞ്ഞെങ്കിൽ സൂര്യൻ്റെ അസ്തമയമാണ്.
സൂര്യൻ പൂർണ്ണമായി അസ്തമിച്ചത് മുതൽ മഗ്രിബിൻ്റെ സമയം തുടങ്ങും. അത് മഗീബു ഷഫഖ് വരെ നീണ്ടു നിൽക്കുമെന്നാണ്. ഷഫഖ് എന്ന് പറഞ്ഞെങ്കിൽ വിപരീതാർത്ഥം വരുന്ന ഒരു പദപ്രയോഗമാണ്. വിപരീതാർത്ഥം എന്ന് പറഞ്ഞെങ്കിൽ വെളുപ്പിനും ഷഫഖ് എന്ന് പറയും, ചുവപ്പിനും ഷഫഖ് എന്ന് പറയും. അപ്പം ഈ ചുവപ്പ് സൂര്യൻ അസ്തമിച്ചാൽ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കാണുന്ന ചുവപ്പാണ്, അതിന് ഷഫഖ് എന്ന് പറയും. ഈ ഷഫഖ് അസ്തമിച്ചാൽ പിന്നെ മാനത്ത് തെളിയുന്ന വെള്ളക്കും ഷഫഖ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു വഖത്തുൻ ഇലാ അൻ യസ്ഖുത ഷഫഖു, ഷഫഖ് അസ്തമിക്കുന്നത് വരേക്കും മഗ്രിബിൻ്റെ സമയമുണ്ട് എന്നാണ്. അപ്പോൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഷഫഖ് കൊണ്ടുള്ള ഉദ്ദേശം അഷ്ഷഫഖുൽ അഹ്മർ, ചുവന്ന ഷഫഖാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അസ്തമയ ശോഭ ചുവപ്പ് അത് അസ്തമിക്കുന്നത് വരേക്കും മഗ്രിബിൻ്റെ സമയമാണ് എന്ന അഭിപ്രായം പറഞ്ഞു. എന്നാൽ ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ പറഞ്ഞത് ഈ ചുവപ്പ് ശോഭ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിച്ചാൽ അതിനെ തുടർന്നൊരു വെള്ളപായും, വെളുത്ത ശോഭ വരും. ആ വെളുത്ത ശോഭ അസ്തമിക്കലാണ് മഗ്രിബിൻ്റെ അവസാന സമയം എന്ന് പറഞ്ഞു. ഇമാം ഷാഫിയുടെ വീക്ഷണ പ്രകാരം മഗ്രിബിൻ്റെ സമയം കുടുസാണ്. എന്നാൽ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ്റെ അഭിപ്രായ പ്രകാരം മഗ്രിബിൻ്റെ സമയം വിശാലമാണ്. കാരണം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചുവപ്പ് അസ്തമയ ശോഭ അസ്തമിച്ച് പിന്നെ കാണപ്പെടുന്ന വെള്ള, അതിൻ്റെ ആ വെളുത്ത ശോഭ അസ്തമിക്കുന്നത് വരേക്കും മഗ്രിബിൻ്റെ സമയമുണ്ട് എന്നാണ് അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ചില ഫുഖഹാക്കൾ മഗ്രിബിൻ്റെ സമയം അസ്തമിച്ചത് മുതൽ ഏകദേശം 1 മണിക്കൂറും 5 മിനിറ്റും സമയം വരേക്കും ഒക്കെ അതിൻ്റെ സമയം ഉണ്ടാകും എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ അഭിപ്രായത്തിന് കാരണം ഈ ഒരു ഹദീസിനെ മനസ്സിലാക്കുന്നതിലുള്ള അവരുടെ കാഴ്ചപ്പാടാണ്. ഏതായാലും മഗ്രിബ് അതിൻ്റെ ആദ്യ സമയത്ത് നമസ്കരിക്കുക, അതാണ് ഉത്തമം എന്നത് തെളിവുകൾ അറിയിക്കുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ നമുക്ക് ചില ഹദീസുകൾ നോക്കാം. സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്നത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലിൽ മഗ്രിബ ഇദാ ഗറബത്തി ശംസു വതവാറത് ബിൽ ഹിജാബ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലിൽ മഗ്രിബ് നമസ്കരിക്കുമായിരുന്നു ഇദാ ഗറബത്തി ശംസ്, സൂര്യൻ അസ്തമിച്ചാൽ, വതവാറത് ബിൽ ഹിജാബ്. തവാറത്ത് ബിൽ ഹിജാബ് എന്ന് പറഞ്ഞെങ്കിൽ സൂര്യൻ അസ്തമിച്ച് മറയുക എന്നുള്ളതാണ്. അത് പൂർണ്ണമായി സൂര്യൻ്റെ ആ വൃത്താകൃതി അത് അസ്തമിച്ച് ദൃഷ്ടിയിൽ നിന്ന് മറയുക. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബ് നമസ്കരിക്കുമായിരുന്നു എന്നാണ്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലു സലാത്തൽ മഗ്രിബ് മാ സുഖൂത്തി ശംസ്, നിങ്ങൾ മഗ്രിബ് നമസ്കരിക്കുക സൂര്യൻ്റെ സുഖൂത്തോടു കൂടി, എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ അസ്തമയത്തോടു കൂടി. റാഫി ഇബ്നു ഖുദൈജ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്നത്, കുന്നാ നുസല്ലിൽ മഗ്രിബ്, ഞങ്ങൾ മഗ്രിബ് നമസ്കരിക്കുമായിരുന്നു മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത്. ഫയൻസരിഫു അഹദുന, എന്നിട്ട് ഞങ്ങൾ നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകും. വ ഇന്നഹു ലയുബ്സിറു മവാഖിഅ നബ്ലിഹി, അങ്ങനെ മഗ്രിബ് നമസ്കരിച്ച് പിരിഞ്ഞു പോകുന്നവൻ തൻ്റെ അമ്പിൻ്റെ സ്ഥാനം, അമ്പ് പതിച്ച സ്ഥാനം കാണുമായിരുന്നു എന്നാണ്. അതായത് ഈ സഹാബികൾ അവർ അമ്പെയ്ത്ത് മത്സരം നടത്തുമായിരുന്നു. അപ്പോൾ അമ്പെയ്ത്ത് മത്സരം നടത്തി അവരെന്ത് ചെയ്യും, പിന്നെ മഗ്രിബ് നമസ്കാരം നിർവഹിക്കും. അങ്ങനെ മഗ്രിബ് നമസ്കരിച്ചിട്ട് പിരിഞ്ഞു പോകുമ്പോൾ ഈ അമ്പ് വീണ സ്ഥലങ്ങൾ, അമ്പേറ്റ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, അത് കാണുമാറ് ആയിരുന്നു അവർ പിരിഞ്ഞു പോയിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഗ്രിബ് നമസ്കരിച്ച് പോകുമ്പോഴും വെട്ടം ബാക്കിയുള്ളത് കാരണത്താൽ അവർക്ക് ഈ അമ്പ് വീണ സ്ഥലങ്ങളുടെ അടയാളങ്ങൾ കാണാമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഏതായാലും ഞാൻ ഈ ഹദീസുകൾ ഉദ്ധരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്തമിച്ച ഉടനെ എന്ത് ചെയ്യുമായിരുന്നു, മഗ്രിബ് നമസ്കരിക്കുമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദിസി അദ്ദേഹത്തിൻ്റെ അൽ മുഗ്നിയിൽ പറഞ്ഞു, വഇദാ ഗാബത്തി ശംസു വജബത്തിൽ മഗ്രിബ്, ഷംസ് അസ്തമിച്ചാൽ മഗ്രിബ് നിർബന്ധമായി. വലാ യുസ്തഹബ്ബു തഅഖീറുഹ, മഗ്രിബിനെ പിന്തിപ്പിക്കൽ മുസ്തഹബല്ല, സുന്നത്തല്ല, പ്രതിഫലാർഹമല്ല. ഇലാ അൻ യഗീബ ശഫഖു, ഷഫഖ് മായുന്നത് വരേക്കും എന്ന് പറഞ്ഞാൽ ആദ്യ ടൈമിൽ മഗ്രിബ് നമസ്കരിക്കുക എന്നുള്ളതാണ് പ്രതിഫലാർഹം. ഒരിക്കലും ഈ അസ്തമയ ശോഭ അത് ചുവപ്പാകട്ടെ വെളുപ്പാകട്ടെ അത് മായുന്നതിലേക്ക് മഗ്രിബിനെ പിന്തിപ്പിക്കൽ നല്ലതല്ല, പ്രതിഫലാർഹമല്ല.
അമ്മ ദുഖൂൽ വഖ്തിൽ മഗ്രിബ്, ഇബ്നു ഖുദാമ അൽ മഖ്ദിസി പറയുകയാണ്, മഗ്രിബിൻ്റെ സമയം പ്രവേശിക്കൽ ആവൽ ബി ഖുറൂബി ശംസ്, സൂര്യാസ്തമയത്തോടു കൂടിയാണ്. ഫഇജ്മാഉ അഹ്ലിൽ ഇൽമി ലാ നഅലമു ബൈനഹും ഖിലാഫൻ ഫീഹി, അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്, അവർക്കിടയിൽ ഈ വിഷയത്തിൽ ഖിലാഫുള്ളത് നമുക്കറിയില്ല. അതായത് മഗ്രിബ് സൂര്യാസ്തമയത്തോടു കൂടി ആരംഭിക്കും എന്ന വിഷയത്തിൽ. വൽ അഹാദീസ് ദാല്ലത്തുൻ അലൈഹി, ഈ വിഷയത്തിൽ ഹദീസ് വിളിച്ചറിയിക്കുന്നുണ്ട്. നമ്മൾ കേട്ടല്ലോ ഹദീസുകൾ, മഗ്രിബിൻ്റെ സമയം അസ്തമയത്തോടു കൂടി ആരംഭിക്കും. വ ആഖിറുഹു, ഇബ്നു ഖുദാമ അൽ മഖ്ദിസി പറയുകയാണ്, മഗ്രിബിൻ്റെ അവസാന സമയം മഗ്രിബു ഷഫഖ്, ഷഫഖ് മായലാണ്. ഷഫഖ് എന്ന് പറഞ്ഞെങ്കിൽ അസ്തമയ ശോഭ, അത് മായലാണ്. വബിഹാദ ഖാല സൗരി വ ഇസ്ഹാഖ് വ അബൂ സൗർ വ അസ്ഹാബുർ റഅയ് വ ബഅദ് അസ്ഹാബി ശാഫിഈ, മഗ്രിബു ഷഫഖ് അസ്തമയശോഭ മായുക എന്നുള്ളതാണ് മഗ്രിബിൻ്റെ അവസാന സമയം എന്നുള്ളത് ഇമാം സുഫിയാൻ സൗരി, ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി, അബൂ സൗർ, അതേപോലെ അസ്ഹാബുർ റഅയ് എന്ന് പറഞ്ഞെങ്കിൽ ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാനും കൂട്ടരും, അതേപോലെ ബഅദ് അസ്ഹാബി ശാഫിഈ, ഇമാം ഷാഫിയുടെ മദ്ഹബുകാരിൽ ചില പണ്ഡിതന്മാരും ഈ വീക്ഷണക്കാരാണ്. തുടർന്ന് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി പറയുകയാണ്, വഖാല മാലികുൻ വൽ ഔസാഇ വശാഫിഈ ലൈസ ലഹാ ഇല്ലാ വഖ്തുൻ വാഹിദ് ഇൻദ മഗ്രിബി ശംസ്, എന്നാൽ മാലിക്കും, ഇമാം മാലിക് ബിൻ അനസ് അൽ അസ്ബഹി, ഔസാഇ എന്ന് പറഞ്ഞാൽ അബൂ അബ്ദുറഹ്മാൻ അൽ ഔസാഇ, അതേപോലെ വശാഫിഈ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശാഫിഈ, ഈ മൂന്ന് പണ്ഡിതന്മാർ മറ്റു ചില പണ്ഡിതന്മാരും പറഞ്ഞത് ലൈസ ലഹ ഇല്ലാ വഖ്തുൻ വാഹിദ്, മഗ്രിബിന് ഒരൊറ്റ സമയമേ ഉള്ളൂ, അത് ഇൻദ മഗ്രിബി ശംസ്, സൂര്യാസ്തമയ വേളയിൽ ഉള്ള ആ സമയം മാത്രം. സൂര്യൻ അസ്തമിച്ചാൽ ആ ഉടനെയുള്ള സമയം മാത്രമാകുന്നു മഗ്രിബിൻ്റെ സമയം എന്ന് ഇമാം മാലിക്, അതേപോലെ അബൂ അബ്ദുറഹ്മാൻ അൽ ഔസാഇ വശാഫിഈ എന്നിവർ അഭിപ്രായപ്പെട്ടു. അവരതിന് തെളിവായിട്ട് പറഞ്ഞത് ഇബ്നു ഖുദാമ പറയുന്നത്, ലിഅന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സല്ലാഹ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് മഗ്രിബ് നമസ്കരിച്ചത് ഫിൽ യൗമൈൻ, 2 ദിവസത്തിലും, ലിവഖ്തിൻ വാഹിദിൻ, ഒരു സമയത്താണ്, ഫി ബയാനി മവാഖീത്ത് ഇസ്ലാ, നിസ്കാരത്തിൻ്റെ സമയം വ്യക്തമാക്കുന്ന വിഷയത്തിൽ. അതായത് നമസ്കാര സമയങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിക്കാനും പഠിപ്പിക്കാനും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 2 ദിവസം മാനം ഇറങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് കഅബയുടെ പരിസരത്ത് വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തുടക്ക സമയവും രണ്ടാമത്തെ ദിവസം ഒടുക്ക സമയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അറിയിച്ചു കൊടുത്തത്. ഈ 2 ദിവസങ്ങളിലും ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് മഗ്രിബ് നമസ്കരിച്ചത് ഒരു ടൈമിലാണ്. അതെപ്പോഴാണ്? സൂര്യൻ അസ്തമിച്ച ആ ടൈമിലാണ്. അപ്പോൾ ആ ഒരു ഹദീസിനെ മുഖവിലൊക്കെ എടുത്താണ് ഇമാം മാലിക്കും അബൂ അബ്ദുറഹ്മാൻ അൽ ഔസാഇയും അതേപോലെ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ജമീഅ് പറഞ്ഞത് എന്ത്, പിന്നെ മഗ്രിബിന് ഒരൊറ്റ സമയമേ ഉള്ളൂ, അത് സൂര്യാസ്തമയ വേളയിൽ മാത്രമാണ്, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ ആ സമയത്താണ്. എന്നാൽ നമ്മൾ പറഞ്ഞു സുഫിയാൻ സൗരിയെ പോലുള്ള, ഇസ്ഹാഖ് ബിൻ റാഹവയ്യെ പോലുള്ള, അബൂ സൗറിനെ പോലുള്ള അസ്ഹാബുർ റഅയ്, അബൂ ഹനീഫത്തുൻ നുഅ്മാനും കൂട്ടരും, അതേപോലെ ഇമാം ഷാഫിയുടെ മദ്ഹബിൽ ചില പണ്ഡിതന്മാരും പറഞ്ഞത് മഗ്രിബിൻ്റെ സമയം അത് ഏതുവരേക്കും ഉണ്ട്, അത് മഗ്രിബു ഷഫഖ്, പടിഞ്ഞാറൻ ചക്രവാളത്തിലെ ഷഫഖ് അത് മായുന്നത് വരേക്കും ഉണ്ട് എന്നുള്ളതാണ്. ഫൈദാ സല്ലൈതുമുൽ മഗ്രിബ് ഫഇന്നഹു വഖ്തുൻ ഇലാ അൻ യസ്ഖുത അഷ്ഫഖ്, നിങ്ങൾ മഗ്രിബ് നമസ്കരിച്ചാൽ മഗ്രിബിൻ്റെ സമയം അത് ഷഫഖ് അസ്തമിക്കുന്നത് വരേക്കും ആകുന്നു എന്നാണ്. ആ ഷഫഖ് അസ്തമയ ശോഭയാണ്. അത് മഗ്രിബ് നമസ്കരിച്ച സൂര്യാസ്തമയം കഴിഞ്ഞാൽ അല്പസമയം കഴിഞ്ഞാൽ അത് ചുവപ്പ് അസ്തമിക്കും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഒരു ചുവപ്പ് അസ്തമയ ശോഭ അത് മായുന്നത് വരേക്കുമുള്ള ടൈം എന്നുള്ളതാണ് കണ്ടത്. എന്നാൽ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ പറഞ്ഞത് ആ ഷഫഖ് അത് അസ്തമയ ശോഭയാകുന്ന ചുവപ്പ് അതിനെ തുടർന്നുള്ള വെളുത്ത ശോഭയാണ്, അതും കൂടി അസ്തമിക്കുന്നത് വരേക്കും മഗ്രിബിൻ്റെ സമയം നീളുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ഹദീസിനെ മനസ്സിലാക്കുന്നതിലുള്ള വീക്ഷണ വ്യത്യാസമാണ് മഗ്രിബിൻ്റെ സമയം. ഏതായാലും ഷഫഖിനേക്കാൾ അത് ചുവപ്പാകട്ടെ അതിനെ തുടർന്ന് വരുന്ന വെള്ളയാകട്ടെ അതിനേക്കാൾ ഒരിക്കലും പിന്തിപ്പിക്കാവതല്ല. അത് പിന്തിപ്പിച്ചാൽ ഒരാൾ മഗ്രിബ് നമസ്കാരം നഷ്ടപ്പെടുത്തിയ ആളാകും. മഗ്രിബിനെ ആദ്യ സമയത്ത് നമസ്കരിക്കുക, സൂര്യൻ അസ്തമിച്ച ഉടനെ നമസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠവും കരണീയവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു നമസ്കരിച്ചിരുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിയെയും കൊണ്ട് 2 ദിവസം നമസ്കരിച്ചപ്പോഴും അസ്തമിച്ച ഉടനെ നമസ്കരിച്ചു എന്നുള്ളതാണ് ഹദീസുകൾ അറിയിക്കുന്നത്. എന്നാൽ മഗ്രിബ് നമസ്കാരം അതൊരിക്കലും പാഴാകാത്ത വിധം നമസ്കരിക്കുവാനുള്ള ഒരു ടൈം അല്പം വിശാലമായിട്ടുണ്ട്. അത് ഷഫഖ് മായുന്നത് വരേക്കുമുള്ള ടൈമാണ് എന്നുള്ളതും
നമുക്ക് ഇമാം മുസ്ലിമിൻ്റെ ഈ ഇദാ സല്ലൈതുമുൽ മഗ്രിബ് ഫഇന്നഹു വഖ്തുൻ ഇലാ യസ്ഖുത അശ്ശഫഖ് എന്ന ഹദീസിൽ നിന്ന് ബോധ്യപ്പെടുന്നു, വ്യക്തമാകുന്നു. ഇമാം ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഅജ്മഅ കുല്ലു മൻ നഹ്ഫളു അൻഹു മിൻ അഹ്ലിൽ ഇൽം അല അന്ന അത്തഅജീല ബിസലാത്തിൽ മഗ്രിബി അഫ്ദലു വകദാലിക നഖൂൽ. എന്താ ഈ പറഞ്ഞത്? വഅജ്മഅ കുല്ലു മൻ നഹ്ഫളു അൻഹു മിൻ അഹ്ലിൽ ഇൽം, പണ്ഡിതന്മാരിൽ നിന്ന് നാം മനസ്സിലാക്കിയ ഗ്രഹിച്ച എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചിരിക്കുന്നു അല അന്ന തഅജീല ബിസലാത്തിൽ മഗ്രിബ്, മഗ്രിബ് നമസ്കാരം പെട്ടെന്നാക്കുക എന്നുള്ളതാണ്, വേഗത്തിലാക്കുക എന്നുള്ളതാണ്. അതായത് സമയം സൂര്യൻ അസ്തമിച്ച ഉടനെ മഗ്രിബ് നമസ്കരിക്കുക എന്നുള്ളതാണ് അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായത്. ഇക്കാര്യത്തിൽ നാം മനസ്സിലാക്കിയ എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചിരിക്കുന്നു എന്നാണ് ഇമാം ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വകദാലിക നഖൂൽ, അപ്രകാരം നാമും പറയുന്നു. അപ്പോൾ ഇത് നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായ സമയം, മഗ്രിബ് നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായ സമയത്തെ അറിയിക്കുവാനുള്ളതാണ്. പിന്നെ നമ്മൾ ഇവിടെ നമസ്കാരത്തിൻ്റെ സമയങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസ് കേട്ടു. അതിൽ വഖ്തു സലാത്തിൽ മഗ്രിബ് മാ ലം യഗ്ബി ശഫഖ്, മഗ്രിബ് നമസ്കാരത്തിൻ്റെ സമയം ഷഫഖ് അസ്തമയശോഭ മായാത്ത കാലത്തോളം സമയത്തോളം ഉണ്ട് എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ ഇന്ന ലിസ്സലാത്തി അവ്വലൻ വ ആഖിറ, തീർച്ചയായും നമസ്കാരത്തിന് തുടക്ക ടൈമും ഒടുക്ക ടൈമും ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാ നമസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞത് വ ഇന്ന അവ്വല വഖ്തിൽ മഗ്രിബ്, മഗ്രിബിൻ്റെ ആദ്യ സമയം ഹീന തഗ്റബു ശംസ്, സൂര്യൻ അസ്തമിക്കുന്ന സമയം മുതൽ, അസ്തമിച്ച സമയം മുതൽ വ ഇന്ന ആഖിറ വഖ്തിഹ, മഗ്രിബിൻ്റെ അവസാന സമയം ഹീന യഗീബുൽ ഉഫുഖ്, ഹീന യഗീബുൽ ഉഫുഖ്, ചക്രവാളം അസ്തമിക്കുന്ന അതുവരേക്കുമാകുന്നു. ചക്രവാളം അസ്തമിക്കുന്ന എന്ന് പറഞ്ഞെങ്കിൽ ഈ അസ്തമയ സമയത്തുള്ള അസ്തമയ ശോഭ അസ്തമിക്കുന്നത് വരേക്കുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ മഗ്രിബിൻ്റെ സമയം അത് അസ്തമയ ശോഭ അവസാനിക്കുന്നത് വരേക്കും ഉണ്ട് എന്നുള്ള മസ്അല. ഇനി നമുക്ക് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്ന വിഷയം ഇശായിൻ്റെ സമയവും അതേപോലെ ഫജറിൻ്റെ സമയവുമാണ്. അതിൽപ്പം ഇതുപോലെ വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് തുടർന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആലാവിൻ്റെ ദീനിൽ നമുക്കൊക്കെ ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.